നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഡിസംബർ 31 ഉച്ചയ്ക്ക് 2 മണിയായിരിക്കുകയാണ്. നമുക്ക് ആദ്യം നമ്മുടെ സ്നോയൊക്കെ ഒന്ന് മാറ്റാം. സോ ഞാനിന്ന് സഞ്ജയുടെ വീട്ടിലാണ് പോകുന്നത്. ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് സഞ്ജയ് എന്തോ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അത് പോയിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അപ്പം നമ്മൾ സഞ്ജയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മണിയായി. ഹാപ്പി ന്യൂ ഇയർ. സഞ്ജയ്, ഞാൻ നിന്നെ കുറിച്ച് ഇൻട്രോയിൽ നല്ല തള്ളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നീ തന്നെ പറ, നീ എന്താണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ആദ്യമേ നമ്മൾ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുന്നു. ഓക്കെ, ചിക്കൻ ലോലിപോപ്പ് ഓക്കെ, സ്പെഷ്യൽ റെസിപ്പിയാണ്. ചിക്കൻ ഫുൾ ചിക്കൻ ഉണ്ടാക്കും. ഇപ്പൊ നോക്കണ്ട, നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. ആദ്യമേ കുറച്ച് നമ്മുടെ സോയാ സോസ്. ഇത് എല്ലായിടത്തും പല സോയാ സോസ് കിട്ടുന്നത്. ഇവിടെ ഇപ്പം കാനഡയിൽ കിട്ടുന്നത് നമുക്ക് നല്ല ചൈനീസ് ആവശ്യത്തിന്, അത് അവരുടെ ആവശ്യത്തിന് ഇടാം. അളവൊന്നുമില്ല, അളവാണ് നമുക്ക് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഓരോരുത്തരുടെ അനുസരിച്ചും കിട്ടാൻ മതി കേട്ടോ. ഏകദേശം ചിക്കൻ ഇത് എന്റെ റെസിപ്പി ആട്ടോ. ഇത് ഹോട്ട് പെപ്പർ സോസ് ആണ്. ഹോട്ട് പെപ്പർ സോസ്. അതെ, ഇച്ചിരി എരിവ് ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിരിക്കും. ഓക്കെ, ഈ റെസിപ്പി എന്റേത് മാത്രമാണ്, എപ്പോഴും പറയുന്നു. കാരണം പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. പെപ്പർ ഇടാൻ പോവാണ് നമ്മള്. ഓക്കെ, ഇത് ജസ്റ്റ് മാരിനേഷന് വേണ്ടിയുള്ള ഐറ്റംസ് മാത്രം നമ്മൾ ഇപ്പോൾ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കാരണം നമ്മൾ ഇതിന്റെ മാരിനേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വറുക്കാൻ വേണ്ടിയുള്ള പൗഡർ റെസിപ്പി നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്, പൗഡർ മിക്സ്. അതിനകത്ത് നമ്മൾ ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറൊക്കെ ജിഞ്ചർ പൗഡറൊക്കെ ഇടും. അപ്പം അതുകൊണ്ട് ഇത് പേസ്റ്റ് കുറച്ച് ചേർത്താൽ മതി, മാരിനേഷന് വേണ്ടിയുള്ളത് മാത്രമായിട്ട്. ഓക്കെ, ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, ഇതാണ് നമ്മുടെ മുളക് പൊടി. ഇത് തന്തൂരി മസാല മിക്സ് ആണ് കേട്ടോ. ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഇതൊക്കെ ഈ ചെറുക്കുന്ന തന്തൂരി മസാല. തന്തൂരി ചിക്കൻ ആണോ? തന്തൂരി ചിക്കൻ അല്ലേ ഇത്? അതാ പറഞ്ഞത്, എന്റെ റെസിപ്പി ആണ്. അതാ ഞാൻ പറഞ്ഞു, മനസ്സിലായോ? തള്ളി മറിക്കും ഞാൻ. ഗരം മസാല കേട്ടോ, ഞാൻ ഇപ്പൊ ഇട്ടത് ഗരം മസാല. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഒരുപാട് കാരണം സോയാ സോസിന് ചെറിയ ഉപ്പ് ഉണ്ടായാലും നമുക്ക് ഒരുപാട്. പിന്നെ നമ്മുടെ പാല്. ഇതിനളവൊന്നുമില്ല, കുറച്ച് നമ്മൾ ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ പോകട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ചിക്കൻ ലോലിപോപ്പ് നമ്മള് മാരിനേഷന് വേണ്ടി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അടുത്തായിട്ട് നമ്മള് ചിക്കൻ എടുത്തിരിക്കുകയാണ്. ചിക്കൻ എന്റെ അമ്മയുടെ റെസിപ്പിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. വേറെ അവർക്ക് ഇത് ഉണ്ടാക്കിക്കൊണ്ടാവില്ല. ഇതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷണിക്കുക. എന്റെ ബാലഗോപാലനെ എണ്ണ തീച്ചുമ്പടി കഷം പൊക്കടാ. എന്റെ വൃത്തിയായിട്ട് കഴിയട്ടെ. ശരിക്കും വൃത്തിയാക്കിയോ? ഡിയോട്ടറിന്റെ കിട്ടും. സ്കിന്ന് കളയാം, സ്കിന്ന് കളയാതിരിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ സ്കിൻ വേണ്ട ഇഷ്ടമല്ലാത്തവർക്ക് സ്കിൻ കൊഴുപ്പാണല്ലോ. വേണ്ടവർക്ക് സ്കിൻ എടുത്ത് കളയാം. എന്റെ അമ്മ ഒക്കെ എപ്പോഴും സ്കിൻ എടുത്ത് കളയും കേട്ടോ. അമ്മ അറിയാം സ്കിൻ കഴിക്കരുത്, അതുകൊണ്ട് നമ്മൾ സ്കിൻ വെക്കത്തേ ഇല്ല. സ്കിൻ വെച്ചും ഉണ്ടാക്കാം. കോഴി കണ്ട നമ്മുടെ ലാലേട്ടൻ ആ സീൻ ഓർക്കാത്ത വേറെ ആരുണ്ട് ഈ ലോകത്തെ? ഞാൻ അത്രയും ഓപ്പൺ മൈൻഡ് തന്നെ. ഓക്കെ, നല്ലപോലെ നമ്മൾ വൃത്തിയാക്കണം കേട്ടോ. അടുത്തായിട്ട് കോഴി ഒന്ന് പിഴിയണം.
മതി മതി. കോഴിയെ കുളിപ്പിക്കാൻ കിട്ടുന്നു. നല്ല അടിപൊളിയായിട്ട് വൃത്തിയാണ്. സൂപ്പർ. അയ്യോ ഇവിടെ സുന്ദര കുട്ടപ്പനായി ഇവിടെ മറ്റേ സാധനം. ഐ മീൻ ഈ നൂല് കാല് കെട്ടി വെച്ചിരുന്നായിരുന്നല്ലോ. അയ്യോ പോയി, ആശാനെ പോയി. നോക്കേ, നൂല് വേണോ? ആ വേണം വേണം വേണം. കാല് രണ്ടും കൂട്ടിക്കെട്ടണം. എന്ത് ദുഷ്ടനാ ഞാൻ. ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോകാം. അപ്പം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. അടുത്തായിട്ട് അതിന്റെ അരപ്പ് റെഡിയാക്കാൻ പോകണം. അപ്പൊ നമ്മൾ 2 തക്കാളിയാണ്. ഒരു കോഴിക്ക് 2 തക്കാളി. ഓക്കെ. അപ്പം 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട്. പെപ്പർ 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ അല്ല, ഒരു 2 ടീസ്പൂൺ. ഓക്കെ. 2 തക്കാളിക്ക് 2 ടീസ്പൂൺ. നമുക്ക് എരിവൊക്കെ വേണ്ടതനുസരിച്ച്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഓക്കെ. മുളക് പൊടി 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ മുളക് പൊടി. ഉപ്പ് പാകത്തിന്. ഞാനൊരു 1.5 ടീസ്പൂൺ. നമുക്ക് ചിലയിടത്ത് ഉപ്പുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉപ്പിന് ചില സമയത്ത് ഭയങ്കര വേരിയൻസ് ഉണ്ട്. ഓരോ കമ്പനിക്ക് ഓരോ ഉപ്പ. അത്ര പോണ്ട, എന്നാലൊരു വേരിയൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ ഇതിൽ തക്കാളി ഇട്ടു, പെപ്പർ ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല. ഇത്രയും സാധനം ഇതിന്റെ അരപ്പിലുള്ളൂ. സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ ബാച്ചിലേഴ്സ്, സിംഗപ്പൂരിലുള്ള ബാച്ചിലേഴ്സ് ഉണ്ടല്ലോ, ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ ചിക്കൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാവരും ഇപ്പൊ കണ്ടോ, അവിടെ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് നമ്മൾ ചിക്കൻ മസാല വരട്ടി നമ്മൾ വെക്കാൻ പോയി. ഇത് അരച്ചിട്ട് അത് തേച്ച് പിടിപ്പിക്കും, കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മളിത് പാനിലിട്ടങ്ങ് വറുക്കുക ചെയ്യുന്നത്, ഫുൾ ചിക്കൻ. എന്നിട്ട് ആ സമയത്ത് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. ഏത് കമ്പനി ടൊമാറ്റോ കെച്ചപ്പ് കൊടുക്കും, അത് വാരിയെങ്കിൽ നമ്മളങ്ങ് കുളിപ്പിക്കുക. അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ആവുന്നത്. ഇതാണ്. ഓക്കെ, നമ്മളത് അരയ്ക്കാൻ പോകണേ. ഓക്കെ. ഇപ്പൊ നമ്മുടെ അരപ്പ് റെഡി ആയിരിക്കുകയാണ്. അരച്ച് നല്ല സൂപ്പർ കുഴമ്പ് പരുവത്തിലാക്കിയിരിക്കുകയാണ് അല്ലേ? ഞാൻ പറയാൻ പറ്റിയൊരു കാര്യമുണ്ട്. കമോൺ സഞ്ജയ്. നമ്മള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിന്റെ കൂടെ ഇട്ടും ചേർക്കാം. ഞാനിത് സെപ്പറേറ്റ് ഇങ്ങനെ അരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലൂടെ ഇട്ടില്ലെന്നേ ഉള്ളൂ. അതിപ്പോ അല്ലാതെ ഞാനിവിടെ ഇവിടെ ചേർക്കാം. അത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ചേർക്കുക. നല്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അരപ്പ് ചേർക്കാൻ പോകും നമ്മൾ കോഴിനെ അരപ്പിൽ മുക്കിയെടുക്കാൻ പോവുകയാണ്. അയ്യോ, കോഴി കാണുന്നില്ല. കോഴി കാണിച്ചില്ല. പിന്നെ ഇത് അരപ്പൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഒന്ന് പോകും. നമ്മൾ ചിക്കനെല്ലാം കയറി പിടിക്കും മൊത്തത്തിൽ. നമ്മൾ കാണുന്ന കണക്കല്ല തന്നെ എന്നാണ് എൻ്റെ വിശ്വാസം. തക്കാളി മധുരിക്കത്തില്ലേ? അത് കരയും കൊണ്ട് ചോദിച്ചാ 2 ആന തക്കാളി എടുത്ത് നീട്ടത് എന്താവുമോ? അപ്പൊ നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ ലോലിപോപ്പ് ആൻഡ് ചിക്കൻ ഫുൾ ചിക്കൻ, പിന്നെ ഫുൾ ചിക്കൻ പാനിൽ വറുത്ത്. എന്തുണ്ടേ മറന്നുപോയി. ഫുൾ ചിക്കൻ പാനിൽ വറുക്കുന്നതൊക്കെ വളരെ ഇഷ്ടം. ഞാൻ പാനിൽ വറുക്കുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിച്ചു ഇല്ല. അപ്പൊ നമ്മള് ചിക്കൻ മസാല, ഫുൾ ചിക്കൻ അല്ലേ, ഫുൾ ചിക്കൻ മസാലയൊക്കെ പുരട്ടി നമ്മള് വെച്ചിട്ടുണ്ട്. എത്ര നേരം വെക്കുന്നത്? അരമണിക്കൂർ. ഞാൻ നമ്മൾ സമയത്തിന് അരമണിക്കൂർ വെച്ചു. സാധാരണ ഇപ്പൊ ഓവർനൈറ്റ് ഒക്കെ പോണെങ്കിൽ. അടുത്തായിട്ട് നമ്മള് ചിക്കൻ ലോലിപോപ്പിന് വേണ്ടിയിട്ടുള്ള എന്താ മുക്കി പൊരിക്കുന്ന സാധനം എന്താ
നേരത്തെ കട്ടാക്കി കേട്ടോ. കട്ടായി പോയതല്ല, ഈ മാഷ് കട്ടാക്കിയതാണ്. മുക്കിപ്പറിക്കുന്ന സാധനം മുക്കിപ്പറിക്കുന്നതല്ല, പൗഡർ മിക്സ്. ഇത് മൈദപ്പൊടി എന്ന് പറയും, ഇംഗ്ലീഷിൽ ഓൾ പർപ്പസ് ഫ്ലോർ. നമ്മുടെ ഈ പൊറോട്ട പിന്നെ കുറച്ച് കോൺ സ്റ്റാർച്ച് കേട്ടോ, നമ്മുടെ നല്ലൊരു ക്രിസ്പി ഇത് കിട്ടാൻ. എപ്പോൾ കാണിക്കും? ഒരു സെക്കൻഡ്, ഇങ്ങനെ എല്ലാം കാണിക്കുന്നത്. അയ്യോ, കോൺ സ്റ്റാർച്ച് ഇതും ഒരു 1/4 കപ്പ്. പക്ഷെ 1/4 കപ്പൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഒരുപാടൊന്നും അതിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ കുഴപ്പിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കരുത്. ആവശ്യത്തിന്. അതിപ്പോ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഗരം മസാല ഇടുന്നു. ഗരം മസാല കളിയില്ല. നമ്മുടെ നാടൻ പെപ്പർ. ഇതൊക്കെ 1 ടീസ്പൂണൊക്കെ വെച്ചിട്ടാൽ മതി കേട്ടോ. അതിലിട്ടു, അത് മാരിനേഷൻ നമ്മളിട്ടു. ഇനി നമ്മളിത് ഇങ്ങനെ പുറത്തുള്ള അതിനൊക്കെ പിടിക്കും. ബ്ലാക്ക് പെപ്പർ. ഇനി വൈറ്റ് പെപ്പർ ഇടാൻ പോട്ടോ. രണ്ട് കവർ ഒരുപോലെ ഇരിക്കുന്നു. ഒരുപോലെ മുഖം മാറ്റി പിടിച്ചു. എന്താ സാധനം? ഗാർലിക് പൗഡർ. ഇനി ഗാർലിക് പൗഡർ ഇടാൻ പോകാം. എല്ലാം 1 ടീസ്പൂൺ. അപ്പൊ എന്തൊക്കെ ഇട്ടുണ്ടെന്ന് പറഞ്ഞു? നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ, മൈദപ്പൊടി, കോൺ സ്റ്റാർച്ച്, ബ്ലാക്ക് പെപ്പർ, വൈറ്റ് പെപ്പർ, ഏതെങ്കിലും ഒരു പെപ്പർ ഇട്ടാൽ മതി. എനിക്കിഷ്ടം 2 ഇടുന്നത്. പിന്നെ ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ ഇവിടെ ഇരിപ്പില്ല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടായിരുന്നു. ജിഞ്ചർ പൗഡർ തീർന്നു പോയി. ഞാൻ ആ കവറെല്ലാം നോക്കുന്ന കാണിക്കാം. ഇടാം. മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ആയില്ലെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പാൻ വെച്ചിരിക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇത് ഡീപ്പ് ഫ്രൈ ആണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പം എണ്ണ നമുക്ക് ആവശ്യത്തിന് വേണം, മുക്കിപ്പൊരിക്കാനുള്ള നമുക്ക്. സോ നമുക്ക് എണ്ണ വേണം. ആവശ്യത്തിനായി ലോലിപ്പോപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ എണ്ണ വേണം കേട്ടോ. ആരും ചേട്ടണ്ട, സൺഫ്ലവർ ഓയിലാണ്, പേടിക്കണ്ട. പിന്നെ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചറിൽ വെക്കാവൂ. അവർക്ക് എല്ലാവരും ഗ്യാസ്, ചിലർക്ക് ഗ്യാസ് അല്ലേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. തീ കുറച്ച് വെക്കണം. ഓക്കെ. എണ്ണ ചൂടായില്ലേ? ചിക്കൻ ഈ പൊടിക്കകത്ത് മുക്കിയിട്ട് നമ്മൾ ഇതിലോട്ടങ്ങ് ഇടും. സൗണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് കണ്ണ് KFC ചിക്കൻ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ പറയരുത്, ഇത് ലോലിപോപ്പാണ് കേട്ടോ. എത്ര നേരം? ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇത് റാഞ്ച് സോസ് ആണ്, സംഭവം അടിപൊളിയാണ്. ഇത് കിട്ടുന്നിടത്തുണ്ടെങ്കിൽ ഉണ്ട്, ഇത് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഒരെണ്ണം ഡാഷിലും ട്രൈ ചെയ്യാൻ പോകണം. ഞാനും ട്രൈ ചെയ്യാം കേട്ടോ. കരിയോ ഇതിങ്ങനെ എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് KFC വിലയുണ്ട് മുക്കിയിട്ട് കഴിക്കുന്നു.
ചിക്കൻ വന്നില്ല. നല്ല ചൂടായിരിക്കും. ചൂട് നല്ല സോഫ്റ്റാ. പൊളിച്ച് സംഭവം അടിപൊളിയാ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മളതിനെ അലൂമിനിയം ഫോയിൽ ഉടുപ്പ് കിടിപ്പിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോളൂ. നമ്മൾ ഫുൾ ചിക്കൻ തയ്യാറെടുപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ അടുപ്പിലേക്ക് ഇറക്കാൻ പോകണം. നമ്മൾ പാൻ ചൂടാക്കുക. ഇതേ കണ്ടോ, ഇത്തിരി വെളിച്ചെണ്ണ ചുമ്മാ ഒഴിക്കുക. അടിപൊളി. നമ്മുടെ ഫുൾ ചിക്കനെ ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കണം അല്ലേ? ഫ്ലെയിം എങ്ങനെ ഫുള്ളാണോ? അല്ല, ലോ ഫ്ലെയിം. നമ്മള് തിരിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചു. ഇനി നമ്മുടെ മെയിൻ ഐറ്റം കെച്ചപ്പ് ചേർക്കാൻ പോകണം. നിറച്ച് കെച്ചപ്പ് കൊടുക്കണം. അത് വെച്ച് നോക്കാം, പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇതിൻ്റെ മെയിൻ സംഭവം ഈ കെച്ചപ്പാണ് ഗൈസ്. നമ്മുടെ ഫുൾ ചിക്കൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പകുതി ഈ സംഭവം ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു സംഭവം കൂടെ ചെയ്യണം. നമ്മളിതിൻ്റെ കൂടെ ഇത്തിരി മല്ലിയിലൊന്ന് ഇടുക. മല്ലിയിലേക്ക് ഇട്ടിട്ട് വീണ്ടത് അടച്ചു വെക്കാം കുറച്ച് നേരം. ഏകദേശം സെറ്റായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഫുൾ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി അതെ, ടേസ്റ്റ് ആണ് സംഭവം. അങ്ങനെ നമ്മുടെ ഫുൾ ചിക്കനും ചിക്കൻ ലോലിപോപ്പും റെഡി. സൂപ്പർ സൂപ്പറാണ്. കളർ അതിനകത്ത് ഭയങ്കര കൂടുതലാണ് തോന്നി ഈ മൊബൈലിൽ കേട്ടോ. നിങ്ങൾ പ്രത്യേകിക്കുന്ന അത്ര കളറല്ല, പക്ഷെ സംഭവം സ്റ്റൈലാണ്. ഡാർക്കാണ്, പക്ഷെ അത് ഓറഞ്ച് ആയിട്ട് മൊബൈലിൽ കാണണം. എനിവേ സംഭവം റെഡ് കളറാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. സഞ്ജയുടെ വീട്ടിൽ നിന്നും നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും അതെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. ബൈ.